ശരിക്കും ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴുണ്ടല്ലോ ഒന്നും പുറത്തേക്ക് പോകാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് വൈകിട്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നൊരു കുട്ടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കൊണ്ട് വന്നാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അവലോസ് ഉണ്ടാകുന്ന പറയുക. നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിങ്ങനെ പതിവ് പോലെ ഞാനിങ്ങനെ ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുണ്ട് നല്ലൊരു മഴക്കോളുണ്ട്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്, കുറേ ദിവസമായിട്ട് നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു മഴക്കോളം കണ്ടപ്പോൾ ഒരു സന്തോഷം. മഴ പെയ്യുമല്ലോ, മഴ പെയ്യുന്നത് കാണുകയും ചെയ്യാം. എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും നമ്മളിങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതുപോലെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കേണ്ടൊക്കെ വരുന്നൊരവസ്ഥ വരുമ്പോഴാണ് നമുക്കിതൊക്കെ ശരിക്ക് മിസ്സാവുന്നത്. അങ്ങനെ ചായയും കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരുന്നപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ടിങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മഴ പെയ്യുമോ എന്ന് നോക്കാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. അത്യാവശ്യം നല്ല ഇതിൻ്റെ വലിയ തുള്ളികളൊക്കെ തന്നെ വീഴുന്നുണ്ട്. മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമല്ലേ? മഴ നനയാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇന്ന് മഴ എവിടെയൊക്കെയാണ് മഴ പെയ്തതെന്നറിയാലോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ജനൽ വഴി മഴയൊക്കെ ആസ്വദിച്ച് എങ്ങനെയൊക്കെ ഇരുന്നോ കണ്ടോ. നന്നായിട്ട് മഴ പിന്നെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമോ മഴയുടെ ശബ്ദം? നല്ല രസമാണ് മഴയുടെ ശബ്ദം. ഞാനിങ്ങനെ അല്ലായിരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി അവിടെ നിന്ന് മഴയൊക്കെ കാണാം. എനിക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ പെയ്യുന്ന മഴ കാണാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം.